ഇംഗ്ലീഷ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന് ഒരു കാലഘട്ടത്തിൽ വലിയ സംശയം കേരളത്തിലുണ്ടായിരുന്നു. മലയാളം മീഡിയങ്ങൾ മതിയെന്നും മലയാള ഭാഷയിൽ തന്നെ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ വിശ്വസിക്കുകയും 80കളിലും 90കളിലും ഒക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കെതിരെ പോലും വലിയ പ്രചാരണം നടന്നിരുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ അന്നത്തെ ആളുകൾ പോലും മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, അവരുടെ പഠനം പോലും ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ തലമുറയിലുള്ളവർക്ക് കൂടി കുറെ കൂടി മികച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമല്ല, പല ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴോ, ദേശീയ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളോ സർക്കാർ ഓഫീസുകളുമായിട്ടോ ബന്ധപ്പെടേണ്ടി വരുമ്പോഴോ ഒക്കെ പോലും എൻ്റെ സ്ഥാപനത്തിൽ പോലും ഞാൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, ആ സ്ഥാപനവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോപ്പർലി ഇംഗ്ലീഷിലൂടെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾ കേരളത്തിൽ അഭ്യസ്തവിദ്യരായി നല്ല വിദ്യാഭ്യാസം ലഭിച്ച് പ്രൊഫഷണലുകളെന്ന് അഭിമാനിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരിൽ 1000-ൽ ഒരാളെ പോലും കിട്ടാറില്ല. ഇതൊരു വാസ്തവമാണ്. നമ്മൾ പഠിച്ചത്, പ്രത്യേകിച്ച് കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിൽ കുറെ ഗ്രാമറാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്, വെർബുകൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ എന്ത് ഉപയോഗം നമുക്കറിയാത്ത രീതിയിലാണ് ഗ്രാമർ നമ്മളെ ബാല്യകാലം മുതൽ തലയിലേക്ക് അടിച്ചു കയറ്റി ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖലയെ പൂർണ്ണമായും നിരസിച്ചു കളഞ്ഞൊരു കാലമുണ്ട്. അതിനെ തുടർന്ന് സംഭവിച്ചത് എന്താണ്? വൃത്തിയായി നല്ല ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ, വൃത്തിയായി ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാതെ പോയി. എന്നാൽ പിന്നീട് ഇപ്പോ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങുന്ന കുട്ടികളിൽ കുറച്ചൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു കമാൻഡ് ജീവിത വിജയത്തിന് എത്ര അത്യാവശ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരാളാണ്. ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഒരാള് ഒരു സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കേരള സമൂഹത്തിലെ കേരളീയരായ കുറച്ച് ആളുകളുടെ കൂട്ടത്തിലല്ല ഞാൻ ഈ പറയുന്നത്, ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ ഉള്ള ഒരു സംരംഭത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷിലുള്ള കമാൻഡ് അയാൾക്ക് പ്രത്യേകമായൊരു സ്ഥാനം നേടിക്കൊടുക്കും. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ പലരുടെയും മികവ് അവർക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷന്റെ എബിലിറ്റിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അവരുടെ മാർക്കറ്റിംഗ് സ്കിൽസ് അല്ല, അവരുടെ ബുദ്ധിവൈഭവമല്ല, അവർക്ക് എങ്ങനെ ഒരു ടീമിനെ അല്ലെങ്കിൽ മറ്റു കമ്പനികളുമായിട്ടുള്ള അസോസിയേഷനെ ഗംഭീരമായ ആശയവിനിമയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കഴിവാണ് അവരെ പലരെയും ഉന്നതമായ പദവികളിൽ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സിഇഒ ഇങ്ങനെയൊക്കെയുള്ള പദവികളിലേക്ക് ഉയർത്തിയത്. കാരണം നമ്മൾ ഉയർന്ന പദവിയിലേക്ക് ചെല്ലും തോറും നമ്മൾ വേണ്ടത് പണിയെടുക്കലല്ല, കോർഡിനേഷനാണ്, ഇന്ററാക്ഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്, പബ്ലിക് റിലേഷൻസ് ആണ്, മറ്റു കമ്പനികളുമായിട്ടുള്ള ആശയവിനിമയമാണ്. ഇവിടെയൊക്കെ വേണ്ടത് പവർഫുള്ളായ, കുറഞ്ഞ വാക്കുകളിൽ ശക്തമായി നമ്മുടെ ആശയം വിനിമയം ചെയ്യാനുള്ള ഒരു സ്കില്ലാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ വേണ്ടിവരും ലോകം മുഴുവൻ, അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തില്. അവിടെയാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഞാനും പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. പക്ഷെ ഞാൻ പഠിച്ച കാലത്ത് ഷേക്സ്പിയറിന്റെ അനോട്ടേഷനുകളും എസ്സേകളും മാത്രം പഠിച്ചു വെച്ചതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടടുത്ത് പോയി വേണ്ടി വന്നു ഇംഗ്ലീഷ് പിന്നെ ഒന്ന് വർത്താനം പറയാൻ പഠിക്കാൻ. അപ്പോ ഈ ഭാഷാ പഠന രീതി തന്നെ മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭാഷയിൽ കമാൻഡുള്ള, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ആത്മവിശ്വാസത്തോടെ ആളുകളോട് ആശയവിനിമയം നടത്താൻ കഴിയുന്ന തലമുറകളെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ കേരളം ലോക സമൂഹത്തിന് മുൻപിൽ തിളങ്ങുന്ന നാളുകളിലേക്ക് എത്തുള്ളൂ.